ഹായ്, സിജിയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 2 തരത്തിലുള്ള പുൽവർഗത്തിൽപ്പെട്ട ചെടികളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് റിബൺ ഗ്രാസ് വെരിഗേറ്റഡ് വെറൈറ്റിയും അതേപോലെ നല്ല ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട ചെടിയെക്കുറിച്ചും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ചെടിയുടെ ലീഫിൻ്റെ ആ ഒരു വെരിഗേഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര ക്രിയേറ്റീവായിട്ടാണ് ദൈവം ഈ ഒരു ലീഫ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. എത്ര മനോഹരം അല്ലേ? നമുക്ക് ഗ്രാഫിക്സും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിച്ചാൽ മാത്രമേ ഇത്രയും മനോഹരമായി ഒരു ഡിസൈൻ നെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഫെലാരിസ് അരുഡിനേസിയെ എന്നതാണ് ഈ പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം. പൊയേസെ എന്ന ഫാമിലിയിൽപ്പെട്ടതാണ് ഈ റിബൺ ഗ്രാസ് പ്ലാന്റുകൾ. ഇതിന് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് റീഡ് കാനറി ഗ്രാസ് എന്നാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമും ഫാമിലിയും ഒക്കെ അറിഞ്ഞിട്ട് നമുക്കെന്ത് കാര്യം എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാവും. എന്നാലും ചിലരെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ജസ്റ്റ് 1-2 പോയിന്റുകൾ പറഞ്ഞെന്ന് മാത്രം. ഇതൊരു പെരിനിയൽ ബഞ്ച് ഗ്രാസ് പ്ലാന്റ് ആണെന്ന് പറഞ്ഞല്ലോ. വിദേശ രാജ്യങ്ങളിലേക്ക് ഈ പ്ലാന്റ് വ്യാപകമായി മണ്ണൊലിപ്പൊക്കെ തടയാൻ വേണ്ടി നട്ടു വളർത്താറുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും തന്നെ ഒരു ബോധവൽക്കരണവും നടക്കാത്തത് കൊണ്ട് നമ്മൾ ഇതിനെ ഓർണമെൻ്റൽ പ്ലാന്റായി വളർത്തുന്നു എന്ന് മാത്രം. നല്ല ഭംഗിയുള്ള നീണ്ട ഇലകളോട് കൂടിയവയാണ് ഇവ, അതായത് റിബൺ പോലെയുള്ള. അതുകൊണ്ടാണ് ഇവയെ റിബൺ ഗ്രാസ് എന്ന് വിളിക്കുന്നത്. ഗ്രാസ് വർഗത്തിൽപ്പെട്ട എല്ലാ ചെടികളും നമുക്കറിയാം നല്ല തിങ്ങി നിറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ബുഷിയായി വളരുന്നവയാണ്. ഇവയെ നമുക്കിതുപോലെ പോട്ടിൽ തിക്കി നിറച്ച് വളർത്തുകയും ചെയ്യാം. ഇവയെ നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാം. അതേപോലെ ഒരു വലിയ ഏരിയ വളരെ പെട്ടെന്ന് കവർ ചെയ്തെടുക്കാനൊക്കെ നമുക്ക് ഈ പ്ലാന്റ് നട്ട് വളർത്താവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ ഒരു ചുവട്ടിൽ തന്നെ നിറയെ തൈകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇത് ബുഷിയായി തിങ്ങി നിറഞ്ഞ് ഇതുപോലെ ശ്വാസം വിടാൻ വയ്യാതെ അത്രത്തോളം തന്നെ തിങ്ങി നിറഞ്ഞ് സൈഡിൽ നിന്ന് നിറയെ തൈകൾ പൊട്ടി മുളച്ച് വരും. ഇത് നല്ല വെരിഗേഷനോട് കൂടിയവയാണ്. ഈ ചെടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ യാതൊരുവിധ വെരിഗേഷനും ഇല്ല, നല്ല റിബൺ ഗ്രാസ് തന്നെയാണ്. പക്ഷേ ഇത് വെരിഗേഷൻ ഇല്ലാത്തവയാണ്. ഇതും ഇതുപോലെ തന്നെ നല്ല ബഞ്ചായിട്ടാണ് ഈ പ്ലാന്റും പിടിച്ചു വന്നിരിക്കുന്നത്. ഇത് വെരിഗേഷൻ ഇല്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടിൻ്റെയും കെയറിങ്ങും കാര്യവും എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് ഞാനിപ്പോൾ നട്ടിരിക്കുന്നത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നല്ല ഒരു ബോർഡർ ചെയ്തിട്ടാണ് നട്ടിരിക്കുന്നത്. അതായത് റൗണ്ട് ബോട്ടം പോലെ ആണ് ഈ ചെടി നട്ടിരിക്കുന്നത്. നമുക്ക് കണ്ടു നോക്കാം, കണ്ടില്ലേ എത്ര മനോഹരമായിട്ട് നന്നായിട്ടൊരു റൗണ്ട് ചെയ്തിട്ടാണ്. ഒരു തെങ്ങിൻ്റെ ചുവട്ടിലാണ് ഞാനിങ്ങനെ നട്ടിരിക്കുന്നത്. അവിടെ എപ്പീഷ്യയും നട്ടിട്ടുണ്ട്, അതേപോലെ ഈ റിബൺ ഗ്രാസ് നട്ടിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആ വെരിഗേറ്റഡ് ആയിട്ടുള്ള അതിനെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ അടുത്ത ഒരു ലൈൻ പിടിച്ച് നടാം. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ ബോർഡർ ചെയ്തും അതേപോലെ നമുക്ക് സ്റ്റെപ്പായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് നട്ടെടുക്കാം. ഒത്തിരി വെയിലായി പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയുടെ അറ്റമെല്ലാം ഇങ്ങനെ കരിഞ്ഞു വരും. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ലൈറ്റിൻ്റെ പ്രശ്നം പറയുകയാണെങ്കിൽ അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് ആണ് ഈ ചെടി നമ്മൾ വെക്കേണ്ടത്. പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും നനച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കിട്ട് 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ നനച്ച് കൊടുത്താൽ മതി. നല്ല ഭംഗിയിൽ ഇവ വളർന്നു വന്നോളും. പിന്നെ നമ്മൾ ഫെർട്ടിലൈസേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഒട്ടും തന്നെ ആവശ്യമില്ല. മറ്റുള്ള ചെടികൾക്കൊക്കെ വളങ്ങളൊക്കെ കൊടുക്കുന്നത് പോലെ ഈ ചെടിക്ക് നമ്മൾ വളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ചെടിയെ നമ്മൾ നിലത്താണ് നടുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഫെർട്ടിലൈസേഷൻ ഒന്നും കൊടുക്കണ്ട, കാരണം അത് മണ്ണിൽ നിന്ന് ഇവയൊക്കെ വലിച്ചെടുത്ത് വളർന്നോളും. ഇനി നമ്മൾ പോട്ടിലാണ് നടുന്നതെങ്കിൽ, ഏതൊരു ചെടിയും പോട്ടിലാണ് നടുന്നതെങ്കിൽ അതിന് കാലക്രമേണ അതിൻ്റെ വളവും എല്ലാം നഷ്ടപ്പെടും. ആ മണ്ണിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മളതിന് വളവും എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വരും. അത് സ്വാഭാവികം. അതുപോലെ ഈ ചെടിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ചെടിയെ ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്ര മനോഹരമാണ് ഈ ചെടിയെന്ന്. നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒരു സ്ഥലത്തോട്ട് കയറി വരുമ്പോൾ ഈ ചെടി ഇങ്ങനെ ഒരു വലിയൊരു ഏരിയ കവർ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. ഇതിനെ ഹാങ്ങിങ് ആയിട്ട് ഇട്ടാലും കാണാനൊരു നല്ല രസമുള്ളതായിരിക്കും. ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പോട്ടിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും. നമ്മൾ പറഞ്ഞു സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ തൈകളിങ്ങനെ പൊട്ടി വരുമെന്ന്. അതിങ്ങനെ ഇതുപോലെ നിറഞ്ഞ് ഭയങ്കര ടൈറ്റായിട്ടായിരിക്കും ഇതിൻ്റെ തൈകളൊക്കെ ഇരിക്കുന്നത്. അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് ഇതുപോലെ ഇരിക്കുന്ന തൈകളെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വേര് പോകാതെ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല മൂർച്ചയുള്ളൊരു കത്തിയെടുത്ത് ആ വേരോട് കൂടി ഈ തൈയെ അതിൽ നിന്ന് നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. വേര് പോയാൽ അത് പിടിക്കില്ല. അപ്പം ഈ വേരോട് കൂടി നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം.
പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ കാര്യം, പോട്ടി മിക്സ് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന പോട്ടി മിക്സേ വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ ചെടിക്ക് ഏത് പോട്ടി മിക്സിലും ഈ ചെടി നന്നായിട്ട് പിടിച്ചോളും. വെള്ളം കെട്ടി നിൽക്കരുത് എന്നൊരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വെള്ളം കെട്ടി നിന്നാൽ ഈ ചെടിയല്ല ഏത് ചെടിയും അഴുകിപ്പോകും. അപ്പോൾ വേരോട് കൂടി നമ്മൾ ഈ ചെടിയെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് മണ്ണും അതേപോലെ എന്തെങ്കിലും കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ മണലോ കൊക്കോപ്പിറ്റോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മിക്സ് ചെയ്ത് അതിലോട്ട് ഈ ചെടി നട്ട് കൊടുത്താൽ മതി. 2-3 ദിവസം ഷെയ്ഡിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്തോട്ട് വെച്ച് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളരെ പെട്ടെന്ന് വളർന്നു വരും. ഇഷ്ടംപോലെ ബ്രാഞ്ചസ് പൊട്ടി വരും. നമുക്കൊത്തിരി ഇഷ്ടമുള്ളവരാരെങ്കിലും നമ്മളെ ഒഴിവാക്കുകയോ അവഗണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഓ അവനല്ലെങ്കിൽ അവൾ നമുക്ക് അവസാനം പുല്ല് വിലയാണ് നൽകിയതെന്ന്. അതുപോലെയാണ് ഈ ചെടിയുടെ അവസ്ഥ. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വിലയൊക്കെ കൊടുത്ത് വാങ്ങുന്ന ചെടികളുടെ നടുക്ക് ഈ ചെടിക്ക് വെറും പുല്ല് വിലയാണ്. ശരിക്കും ഈ ചെടി ഒരു പുല്ലാണെന്നേ. അപ്പോൾ ആ പുല്ലിൻ്റെ വിലയല്ലേ കിട്ടുകയുള്ളൂ. എന്നാലും ഈ ചെടിക്ക് ശരിക്കും പുല്ലിൻ്റെ വിലയല്ല. കാരണം ഈ ചെടിയെ നല്ല മനോഹരമായിട്ട് നല്ല അടിപൊളിയായിട്ട് ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കി ആ വില കൊടുത്ത് വാങ്ങിയ ചെടിയായിരിക്കും യഥാർത്ഥത്തിൽ പുല്ല് വിലയായി മാറിപ്പോകുന്നത്. അത്രയ്ക്ക് മനോഹരമാണ് ഈ ചെടിയെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ. അതിപ്പോൾ വില കുറഞ്ഞ ചെടിയായാലും വില കൂടിയായാലും എല്ലാ ചെടികൾക്കും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. ആ തലയെടുപ്പോടു കൂടി ആ ചട്ടിയിൽ നിൽക്കുന്ന റിബൺ ഗ്രാസിൻ്റെ ഭംഗി ഒന്ന് നോക്കിയേ, എന്താ ഒരു ഭംഗി അല്ലേ. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾ, അതായത് ചെടി വീഡിയോകൾ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. കൂടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.